ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നിതേ ഒരു A4 അല്ല A3 സൈസുള്ള പേപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് ഞാൻ കുറച്ചൊരു ലെങ്ത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. A3 ഇല്ലെങ്കിൽ A4ൻ്റെ 2 പീസ് ജോയിൻ ചെയ്തിട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പീസ് എടുത്താലും മതി കേട്ടോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ. ഏകദേശം ഒരു 4 to 5 സെൻറ്റിമീറ്റേഴ്സൊക്കെ ബ്രെഡ്ത്തിലാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഞാനത് അങ്ങനെ കറക്റ്റ് അളർന്നിട്ടില്ല. ഏകദേശം ഒരു സൈസ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഞാൻ ഹോൾ പഞ്ചല്ല, ഇതുപോലെ സിഗ്സാഗ് ആയിട്ടുള്ള ഒരു സിസർ വെച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാമ്പിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ കട്ട് ചെയ്യുന്നത്. ഈ ഒരു സിസർ കുറച്ച് കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ കട്ട് ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഒരുവിധം ഒപ്പിച്ചു. പിന്നെ അത് കുറച്ച് കട്ട് ചെയ്തപ്പോൾ റെഡി ആയിട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ തീരെ യൂസ് ചെയ്യാത്ത അങ്ങനെ കുറേ കാലം എടുത്ത് വെക്കരുത്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ കുറേ കാലമായിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു ചോക്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് ഇതേപോലെ സിഗ്സാഗ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സീസർ ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയോ മിസ്സായിട്ട് പിന്നെ ഇപ്പോൾ റൂം മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ റൂം ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും എടുത്തപ്പോഴാണ് അത് തിരിച്ച് കിട്ടിയിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പോൾ അതിനെ ഒരു 8 പ്രാവശ്യം ഇങ്ങനെ 8 പീസായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഓരോ ഫോൾഡിലും ഇങ്ങനെ പൂർണ്ണമായിട്ടും കട്ടാവാതെ ഒരു പോർഷൻ മാത്രം ഒരു കട്ടാവുന്ന രീതിയിൽ, നിങ്ങൾക്കത് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സിഗ്സാഗിൻ്റെ ഇതിലേക്ക് സിസറിൻ്റെ ഉള്ളിലേക്ക് വെക്കാണ്ട് ആ ഒരു എഡ്ജ് മാത്രം അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അതിലൊരു കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുകയാണ്. ചെറിയ ഹോൾസ് വരുന്ന രീതിയിൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കറക്റ്റ് സ്റ്റാമ്പൊക്കെ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ ഓരോന്നായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം 8 സ്റ്റാമ്പ്സ് ആണ് കേട്ടോ ഉണ്ടാവുക, നമ്മൾ 8 ആയിട്ട് ഫോൾഡ് ചെയ്തുകൊണ്ട് തന്നെ. എന്നിട്ട് ഞാൻ പുതിയതായിട്ട് മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഹൈലൈറ്റേഴ്സിൻ്റെ സെറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ രാവിലെ സമയത്ത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ബേബീൻ്റെയും അതുമോൻ്റെയും ഒക്കെ നല്ല നോയ്സ് ഉണ്ട്, അതൊന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയണം എന്നില്ല, ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു സ്കെച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻസൊക്കെ വരച്ചു കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി അതിലേക്ക് ചെറിയ ഡൂഡ്ലിങ് പോലെ ചെറിയൊരു റോസ് ഫ്ലവറും അതിൽ താഴെ ഒരു ലവ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്നിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്രിഡ് വരച്ചിട്ട് സെയിം കളർ കൊണ്ട് തന്നെ ഉണ്ടോ അത് ഞാൻ വരച്ചിട്ടുള്ളത്. എന്നിട്ട് ചെറിയൊരു കുഞ്ഞ് ലീവ്സൊക്കെ ആയിട്ടുള്ള ഒരു വള്ളിച്ചെടി പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡൂഡ്ലിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡൂഡ്ലിങ്ങിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ ഏത് വരയ്ക്കാൻ അറിയാത്ത ആൾക്കും വരയ്ക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ് ഇതൊക്കെ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഹാപ്പിന്ന് ഇങ്ങനെ താഴെയായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, താഴെയായിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവൽ വീഡിയോ കാണുമ്പോഴായിരിക്കും. ഇനി ഇതുപോലത്തെ ക്ലിയർ സ്റ്റാമ്പ്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. കുറച്ചെണ്ണം ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ തീമിലുള്ള ക്ലിയർ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇത് ഒരുപാട് നാളായിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇങ്ക് പാഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടാണ് അതിലിങ്ങനെ ഒരു ഇങ്ക് ആക്കി കൊടുത്തിട്ട് ബാക്കി ഡിസൈൻ ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്.
എൻ്റെ കയ്യിൽ ക്ലിയർ സ്റ്റാമ്പൊന്നും ഇല്ലല്ലോ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ഒരു ക്ലിയർ സ്റ്റാമ്പൊക്കെ മേടിക്കാൻ ക്രാഫ്റ്റ് വർക്ക് തുടങ്ങിയ കാലം മുതൽ ആഗ്രഹിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ള ഫിനാൻഷ്യൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇക്ക തരുന്നതിൽ നിന്നൊക്കെ ഓരോ രൂപ ഇങ്ങനെ ഇക്കനോട് പറഞ്ഞാൽ മേടിച്ചിട്ടു. പക്ഷേ ഞാൻ ഇത് അങ്ങനെ ഞാനൊരു ഒരു ഇൻകം സോഴ്സ് എന്നുള്ള നിലക്കല്ലാത്തതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഇക്കനോട് പറയാതെ ഇക്ക തരുന്നതിൽ നിന്ന് ഓരോ രൂപയും ഏൺ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് ഓരോ ക്രാഫ്റ്റ് പ്രൊഡക്ട്സും. പിന്നെ കുറച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 1 ഇയർ. അപ്പോൾ ആ ഒരു ഇൻകത്തിൽ നിന്ന് ഞാൻ മേടിച്ചതുമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നമ്മൾ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ കഴിവിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യുക, ബാക്കി വഴിയേ വന്നോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.